ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ന്യൂ സിലബസ് ഹിന്ദിയിലെ 4ാമത്തെ പാഠഭാഗമായ ഗർ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഈ പാഠഭാഗം യൂണിറ്റ് 2ലാണ് ഉള്ളത്. ഓക്കെ, ആദ്യം നമ്മൾക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, യഹാം കലി കോൻ ഹെ और കിലി കിലി കാ മത്ലബ് ക്യാ ഹോഗ? യഹാം ഇവിടെ, കലി കോൻ ഹെ, കലി ആരാകുന്നു? കലി എന്ന് പറഞ്ഞാൽ മൊട്ട്, പൂമൊട്ട് എന്നാണ് അർത്ഥം. കോൻ ഹെ എന്ന ആരാകുന്നു. और കിലി കിലി കാ മത്ലബ് ക്യാ ഹോഗ? കിലി കിലി എന്നതിൻ്റെ മത്ലബ് അർത്ഥം ക്യാ ഹോഗ എന്തായിരിക്കും? ഉത്തരം നോക്കാം. യഹാം കലി ചിപ്കലി ഹെ, കിലി കിലി കാ മത്ലബ് ഹെ ബഡി ഖുഷി മേം. യഹാം കലി, ഇവിടെ കലി പൂമൊട്ട് എന്ന് പറയുന്നത് ചിപ്കലി ഹെ, പല്ലിയാകുന്നു. കിലി കിലി കാ മത്ലബ് ഹെ, കിലി കിലി എന്നതിൻ്റെ മത്ലബ് ഹെ അർത്ഥം ബഡി ഖുഷി മേം, വളരെ സന്തോഷത്തിലെന്നാകുന്നു. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ, ഓ ചിപ്പു मैं तुम्हारा दर्द समझ सकता हूँ, यहाँ दूसरों का दर्द समझने का मतलब क्या है? എന്താ പറഞ്ഞത്? ഓ ചിപ്പു, ചിപ്പു ചിപ്കലിയാണ് ചിപ്പു എന്ന് പറയുന്നത്. മേം തുമാര ദർദ്, ഞാൻ നിങ്ങളുടെ ദർദ്, മേം ഞാൻ, തുമാര നിങ്ങളുടെ ദർദ് വേദന വിഷമം എന്നൊക്കെ പറയാം. സമജ് സക്താഹും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. യഹാം ദൂസരോം ക ദർദ് സമജ്നേക്കാ മത്ലബ് ക്യാ ഹെ? യഹാം ഇവിടെ ദൂസരോം ക മറ്റുള്ളവരുടെ, ദർദ് വേദന വിഷമം, സമജ്നേക്ക മനസ്സിലാക്കി എന്നതിൻ്റെ മത്ലബ് ക്യാ ഹോഗ അർത്ഥം എന്താവുന്നു? गिरकिड चिपकली से ऐसा कहा. गिरकिड के कहने का मतलब है जीव जीव में सहानुभूति होनी चाहिए. എന്താ ആൻസർ നോക്കാം. ഗിർഗിഡിനെ ചിപ്കലി സെ ഐസ കഹ, ഗിർഗിഡാണ് ചിപ്കലിയോട് അങ്ങനെ പറഞ്ഞത്. ഗിർഗിഡ് കെ കഹിനേക്ക മത്ലബ് ഹേ, ഗിർഗിഡ് പറഞ്ഞതിൻ്റെ അർത്ഥമാകുന്നു ജീവ് ജീവ് മേ, ജീവ് ജീവികളിൽ, ജീവ ജന്തുക്കളിൽ സഹാനുഭൂതി ഹോനാ ചാഹിയെ, സഹാനുഭൂതി ഉണ്ടാവണം. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हमारी तरह दीवारों खिड़कियों या छत से उनका खास लेना देना नहीं है, यहाँ फरहाद के प्रति प्राणियों का कौन सा मनोभाव प्रकट होता है? എന്താ അർത്ഥം? ഹമാരി തരഹ് ഞങ്ങളെപ്പോലെ, ദീവാരവും ചുമരുകളിലും, കിടക്കിയവും ജനവാതിലുകളിലും, ഛത്ത് സെ ടെറസുകളിലും, ഉൻക ഖാസ് അവർക്ക് അദ്ദേഹത്തിന് ഖാസ് പ്രത്യേകിച്ച് ലേനാദേന നെയ്യേ ബന്ധമില്ല. യഹാം ഫർഹാദ് കെ പ്രതി, ഇവിടെ ഫർഹാദിനോട്, പ്രാണിയും ജീവികൾക്ക്, കോൺസ മനോഭാവ് പ്രകടമാത്ത, എന്ത് മനോഭാവമാണ് പ്രകടമാവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ഫർഹാദ് കേവൽ രാത് മേ രഹനെ കെ ലിയെ ഘർ ആത്തെ ഹെ, आने पर भी ज्यादा समय सोते रहते हैं, घर के सभी स्थानों का उपयोग सहजीवी ही करते हैं, यहाँ फरहाद का सहजीव प्रेम प्रकट होता है. അർത്ഥം നോക്കാം. ഫർഹാദ് കേവൽ രാത് മേം, ഫർഹാദ് കേവലം രാത്രിയിൽ രഹിനെ കെലിയെ താമസിക്കാൻ വേണ്ടി ഘർ ആത്തെ ഹെ വീട്ടിലേക്ക് വരുന്നു. രാത്രി താമസിക്കാൻ വേണ്ടി മാത്രമാണ് ഫർഹാദ് വീട്ടിലേക്ക് വരുന്നത്. ആനെ पर भी വന്നാലും ജ്യാദാർ സമയം കൂടുതൽ സമയം സോത്തെ രഹത്തെ ഹെ ഉറങ്ങുന്നു. ഘർ കെ സബീ സ്ഥാനവും ക ഉപയോഗം വീട്ടിലെ മുഴുവൻ സ്ഥലങ്ങളും ഉപയോഗിക്കുന്നത് സഹജീവിക്ക് കർത്തെ ഹെ സഹജീവികൾ തന്നെയാണ്. യഹാം ഫർഹാദ് ക, ഇവിടെ ഫർഹാദിൻ്റെ സഹജീവികളുള്ള സ്നേഹം പ്രകടമാകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിഖേ എഴുതു, പ്രകൃതി കിൻ കിൻ കാ ഘർ ഹെ, പ്രകൃതി ആരുടെയെല്ലാം വീടാകുന്നു. ഇവിടെ പ്രകൃതി എന്ന് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആരുടെയൊക്കെ വീട് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രകൃതി ഫർഹാദ് കാ ഘർ, പ്രകൃതി ഫർഹാദിൻ്റെ വീട്. പ്രകൃതി മക്കടി കാ ഘർ, പ്രകൃതി ചിലന്തിയുടെ വീട്. പ്രകൃതി മക്കി കാ ഘർ, പ്രകൃതി ഈച്ചയുടെ വീട്. പ്രകൃതി തത്തയ്യ കാ ഘർ, പ്രകൃതി കടന്നലിൻ്റെ വീട്. പ്രകൃതി മേടക്കിയോം കാ ഘർ, പ്രകൃതി തവളകളുടെ വീട്.
പ്രകൃതി ചൂഹേക്ക ഘർ, പ്രകൃതി എലിയുടെ വീട്. പ്രകൃതി മച്ചർക്ക ഘർ, പ്രകൃതി കൊതുകിൻ്റെ വീട്. പ്രകൃതി ചിപ്കലിക്ക ഘർ, പ്രകൃതി പല്ലിയുടെയും വീട്. ഓക്കെ, ഇതാണ് പ്രകൃതി കിൻകിൻക ഘർ എന്നതിന് ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. पर्यावरण से घर शीर्षक का क्या संबंध है? अपना विचार लेके. पर्यावरण से പരിസ്ഥിതിയോട് ഘർ വീട് എന്ന ശീർഷക ആ ഒരു വീട് എന്ന ശീർഷക ഹെഡിങ്ങിന് ക്യാ സംബന്ധി ഹെ, എന്ത് ബന്ധമാണുള്ളത്? സംബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധം. അപ്പനെ വിചാറിലേക്ക്, തൻ്റെ വിചാരം എന്താണെന്ന് എഴുതുക. ഉത്തരം നോക്കാം. घर मनुष्य के रहने की जगह है. पर्यावरण में मनुष्य सहित उनके जीव जंतु रहते हैं. इस प्रकार पर्यावरण एक विशाल घर बन जाता है. घर मनुष्य के रहने की जगह है. घर എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമാണ്. ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം, രഹിന താമസിക്കുക. പര്യവരൺമേ മനുഷ്യ സഹിത്, ഈ പരിസ്ഥിതിയിൽ മനുഷ്യ സഹിത് മനുഷ്യനടക്കം അനേക ജീവജന്തു രഹത്തെ, അനേകം ജീവജന്തുക്കൾ താമസിക്കുന്നു. രഹത്തെ താമസിക്കുന്നു. ഇപ്രകാരം പര്യവരണയ്ക്ക് വിശാൽ ഘർ ബൻ ജാത്ത ഹൈ, അങ്ങനെ പ്രകാരം ഈ പരിസ്ഥിതി ഒരു വിശാലമായ ആയി തീർന്നിരിക്കുകയാകുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അബ് ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. ഇനി ഫർഹാദിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ ടിപ്പണി തയ്യാറാക്കണം. അപ്പം നമുക്ക് ഫർഹാദിൻ്റെ സ്വഭാവം ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഫർഹാദിൻ്റെ സ്വഭാവം എന്ന് നോക്കാം. फरहाद घर कहानी का मुख्य पात्र है. वह नए मकान में रहने लगता है. केवल रात में घर आता है. खा पी के आराम से सो जाता है. वह परोपकारी है. जीव जंतुओं से प्रेम करता है. किसी को मार भगाता नहीं. इसलिए छिपकली, मकड़ी, मक्खी, मच्छर, चूहे, ततैया, मेढक सब उसके घर आराम से रह सकते हैं. इस प्रकार हम फरहाद में एक प्रकृति प्रेमी को देख सकते हैं. ഓക്കെ, എന്താണ് അർത്ഥം നോക്കാം. ഫർഹാദ് ഘർ കഹാനിക്ക, ഫർഹാദ് ഘർ എന്ന കഥയുടെ മുഖ്യ കഥാപാത്രമാകുന്നു. വഹ് നയെ മക്കാൻമേ രഹനെ ലഗ്തേ, അവൻ ഫർഹാദ് പുതിയ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. കേവൽ രാത് മേ ഘർ ആത്താ ഹെ, കേവലം രാത്രിയിൽ മാത്രം വീട്ടിലേക്ക് വരുന്നു. ഗാ പീ കെ, ഭക്ഷണം കഴിക്കുകയും പീ കെ കുടിക്കുകയും ആരാംസെ സോ ജാത്താ ഹെ, വളരെ വിശ്രമിച്ച് ഉറങ്ങുകയും ചെയ്യുന്നു. വഹ് പരോപകാരി ഹെ, അദ്ദേഹം ഒരു പരോപകാരിയാണ്. ജീവജന്തുവൻസെ പ്രേം കർത്താ ഹെ, ജീവജന്തുക്കളെ വളരെയധികം സ്നേഹിക്കുന്നു. കിസിക്കോ മാർ ഭഗാത്താനെ, ആരെയും കൊല്ലുകയോ ഓടിപ്പിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇസ്ലിയെ ചിപ്കലി, അതുകൊണ്ട് ചിപ്കലി, പല്ലി, മക്കടി, ചിലന്തി, മക്കി, ഈച്ച, മച്ചർ, കൊതുക്, ചൂഹായലി, തത്തയ്യ, കടന്നൽ, മേടക്, തവള, സബുസ്കെ ഘർ, എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരാംസെ രജ സക്തേഹ്, വിശ്രമിച്ച് ജീവിക്കുന്നു, വളരെ വിശ്രമത്തോടെ താമസിക്കുന്നു. ഇപ്രകാരം പ്രകാരം നമ്മൾ ഫർഹാദിലേക്ക് പ്രകൃതി പ്രേമിക്ക, ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ദേഖ് സക്താഹെ നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. निम्नलिखित अंश पढ़कर उसके नीचे दिए प्रश्नों के उत्तर लिखिए. निम्नलिखित अंश पढ़कर, താഴെ കൊടുത്ത ഭാഗം വായിച്ചിട്ട് ഉസ്കെ നീചെ ദിയെ പ്രശ്നോं के उत्तर लिखिए, അതിൻ്റെ താഴെ എഴുതിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. उनसे पहले मैं श्रीमती शांतिदास के साथ कुछ दिन रही थी. पूरी अशांतिदास थी. वे मुझे देखते ही चिल्लाती थी. हुई खिड़की बंद जाती थी. उनकी कहती थी सुशांतो जल्दी आओ, इसे भगाओ. എന്താ പറയുന്നത്? ഉൻസെ പഹലെ, അദ്ദേഹത്തിന് മുമ്പ്, ഞാൻ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത്, ശ്രീമതി ശാന്തിദാസിനോടൊപ്പം കുശുദിൻ്റെ രീതി കുറച്ചു കാലം താമസിച്ചിരുന്നു. പൂരി അശാന്തിദാസ്തി, തികച്ചും അശാന്തിദാസായിരുന്നു അദ്ദേഹം. ഒരു ശാന്തി, സമാധാനമില്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം. മുജെ ദേഖ്തേ, എന്നെ കണ്ടാൽ പിന്നെ ചില്ലാത്തീതി, ഉറക്കെ അലറുമായിരുന്നു. ഉയി കിക്കി ബന്ദ് ജാത്തീതി ഉൻകി, ഇങ്ങനെ
ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സൗണ്ട് ഇടുമായിരുന്നു എന്നെ കണ്ടാൽ. എന്നിട്ട് കഹ്തീരി പറയുമായിരുന്നു, വിളിച്ചു പറയുമായിരുന്നു, സുശാന്തോ, എൻ്റെ പതിയെ വിളിക്കും, എൻ്റെ ഭർത്താവിനെ വിളിക്കും, സുശാന്തോ ജൽദിയാവോ, പെട്ടെന്ന് വാ, ഇസെ ബഗാവോ, ഇവരെ ഓടിക്കൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതാണ് സൂചന തന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐസ കിസ്നെ കഹ, അങ്ങനെ ആരാണ് പറഞ്ഞത്? ഗിർക്കിഡിനെ, ചിപ്കലീനെ, മക്കടീനെ, ആരാ? ഉത്തരം ചിപ്കലി ആയിരുന്നു അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പൂരി അശാന്തിദാസ് ദിവേ, ശരി, തികച്ചും അശാന്തിദാസായിരുന്നു അവൻ. ഐസ ക്യോം കഹാ ഗയ, അങ്ങനെ ആരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചിപ്കലി പഹലെ ശാന്തിദാസ് കെ ഘർ में कुछ दिन रही थी लेकिन वहाँ आराम से रह नहीं सकी थी शांतिदास उसे देखते ही भागा देती थी, इसलिए चिपकली उसे अशांतिदास कहती थी. ചിപ്കലി പഹലെ ശാന്തിദാസ് കെ ഘർ में कुछ दिन रहती थी. ചിപ്കലി മുമ്പ് ശാന്തിദാസിന്റെ വീട്ടിൽ കുറച്ചു കാലം താമസിച്ചിരുന്നു. ലേക്കിൻ വഹ ആരാം സെ രഹ് നഹീ സക്ത, അവിടെ വിശ്രമത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. ശാന്തിദാസ് ഉസെ ദേഖ്തേ, ശാന്തിദാസ് അവനെ കണ്ടാ പിന്നെ ഭാഗാ ദേതി, ഓടിപ്പിക്കുമായിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് ചിപ്കലി ഉസെ അശാന്തിദാസ് കഹത്തി, അതുകൊണ്ടാണ് ചിപ്കലി അവനെ അശാന്തിദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ലെറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.